മാജിക് പ്ലേറ്റ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ഹെൽത്തി അടയുടെ റെസിപ്പി ആയിട്ടാണ്. നന്നായിട്ട് പഴുത്തുപോയ പഴം വെച്ച് എങ്ങനെയാണ് അട തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. നമ്മുടെ വീടുകളിൽ മിക്കവാറും കുറച്ച് പഴുത്തുപോയ തൊലിയിലൊക്കെ കുറച്ച് കറവല് വന്ന പഴമൊക്കെ കഴിക്കാൻ മടിയായിരിക്കും, പ്രത്യേകിച്ച് കുട്ടികൾ. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരു ഹെൽത്തി അട എങ്ങനെയാണ് പഴം വെച്ച് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അതിനു മുൻപായി ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. എങ്കിൽ ഒട്ടും താമസിക്കേണ്ട, വീഡിയോ കാണാം. അപ്പോൾ നമുക്ക് അടയുണ്ടാക്കുവാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്ന ചെറുപഴമാണ്. വളരെ നന്നായിട്ട് നല്ല രീതിയിൽ ഇതുപോലെ കറവല് വന്ന ചാലിപ്പൂവൻപഴമാണ്. നിങ്ങളുടെ കയ്യിൽ ഏത് തരത്തിലുള്ള ചെറുപഴമാണേലും ഇതിനായിട്ട് ഉപയോഗിക്കാം. റോബസ്റ്റ, അതുപോലെ പാളയകോടൻ പഴം, പൂവൻ പഴം, കദളി, ഏത് തരത്തിലുള്ള ചെറുപഴമാണേലും നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇത് ഒരു 8 ഞാലിപ്പൂവൻ പഴമാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ വേണ്ടത് ഗോതമ്പ് പൊടിയാണ്. പിന്നെ ആവശ്യത്തിന് തേങ്ങ ഒരു മുറി തേങ്ങയുടെ പകുതി മതിയാകും. പിന്നെ വേണ്ടത് ആവശ്യത്തിന് ശർക്കരയാണ്. ശർക്കര മറയൂർ ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മണ്ണും കരടും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ നേരിട്ട് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് ഉപ്പ്. ഇത്രയും മതിയാകും. വളരെ കുറച്ച് ഐറ്റംസ് കൊണ്ട് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള അട തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എങ്കിൽ നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് ഈ പഴത്തിന്റെ തൊലിയെല്ലാം മാറ്റിയിട്ട് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പഴുത്ത പഴം തന്നെയാണ് ഏറ്റവും നല്ലത്. ഇനി നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നല്ല രീതിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഒട്ടും വെള്ളം ചേർക്കാതെ നല്ല രീതിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ കൂട്ടിലേക്കാണ് നമുക്ക് ബാക്കി ചേരുവകൾ ചേർത്ത് കൊടുക്കേണ്ടത്. ഈ അടയുണ്ടാക്കുമ്പോൾ നമ്മൾ വെള്ളം ചേർക്കുന്നേ ഇല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടയുടെ ടേസ്റ്റ് പോകും. അപ്പോൾ ഈ അടിച്ചു വെച്ച പഴത്തിലേക്ക് നമുക്ക് ആദ്യം ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് മൊത്തം ചേർക്കണമെന്നില്ല, നമുക്ക് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതുകൊണ്ടാണ് ഞാൻ അളവൊന്നും പറയാത്തത്. ഈ ഒരു കൂട്ടിന് ആവശ്യമായിട്ടുള്ളത് മാത്രം ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ചേർത്ത് കൊടുക്കാം, എന്നിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കര നമുക്ക് മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ചൊന്ന് ഇട്ട് നോക്കിയിട്ട് മധുരം നോക്കിയിട്ട് നമുക്ക് ബാക്കി ചേർക്കാം. ശർക്കര ചേർത്തപ്പം കുറച്ചും കൂടെ ലൂസായിട്ടുണ്ട്. ഇനി നമുക്ക് പൊടി കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. ശർക്കര ബാക്കിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഇരിക്കുന്ന തേങ്ങയും കൂടെ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കൂട്ട് ഏകദേശം റെഡിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ചില ശർക്കരയ്ക്കകത്ത് ചെറിയ രീതിയിൽ ഉപ്പ് കാണും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ സ്പൂൺ മാറ്റി വെച്ച് കൈകൊണ്ട് തന്നെ നല്ല രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ കൈകൊണ്ട് കുഴയ്ക്കുമ്പോഴേ ആ ഒരു പരുവം മനസ്സിലാകുള്ളൂ. നമ്മൾ എടുത്തു വെച്ച പൊടി മാത്രമേ കുറച്ച് ബാക്കി വന്നുള്ളൂ. ബാക്കി എല്ലാ ചേരുവകളും നമ്മൾ ചേർത്ത് കൊടുത്തു. നമ്മൾ എടുക്കുന്ന പഴത്തിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചാണ് ഈ പൊടിയുടെയൊക്കെ കണക്ക്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കിട്ടുവാനായിട്ട്. അപ്പോൾ നമ്മുടെ കൂട്ട് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് അട ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ ദോശക്കല്ല് ഞാൻ അടുപ്പിൽ വെച്ച് സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടാകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുക.
ഞാൻ നെയ്യാണ് പ്രിഫർ ചെയ്യുന്നത്. കുറച്ചും കൂടെ ടേസ്റ്റ് നെയ്യ് ചേർക്കുമ്പോഴാണ്. നമുക്ക് വെജിറ്റബിൾ ഓയിൽ ഏത് വേണേലും ചേർത്ത് കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ഈ കൂട്ട് പരത്തി കൊടുക്കാം. തീ വളരെ കുറച്ച് വേണം വെക്കാനായിട്ട്. പഴമൊക്കെ ചേർത്തത് കൊണ്ട് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. വളരെ സൂക്ഷിച്ച് വേണം തിരിച്ചിടാനായിട്ട്. അപ്പോൾ ഈ സൈഡും ഇതുപോലെ ബ്രൗൺ കളർ ആയി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. കണ്ടോ, ഇതുപോലെ ബ്രൗൺ കളർ ആയി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ അട നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാൻ ഈ ഒരു അട 4ആയിട്ട് കട്ട് ചെയ്തു. നിങ്ങളെ കാണിക്കുവാനായിട്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളത് നോക്കി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതുമായ നമ്മുടെ ഹെൽത്തി അട റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. പഴം കൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുത്ത ഒരു പലഹാരമാണിത്. പഴം കറുത്തുപോയതുകൊണ്ട് വെറുതെ കളയണ്ട. ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസ് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി വേറൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.